പഞ്ചബാണൻ തന്റെ പട്ടം കെട്ടിയ രാജ്യം മഞ്ജുളാക്കി. സാംബശിവൻ കാഥിക ലോകത്തെ വസന്തമായി പൂത്തുവിടർന്നു നിൽക്കുമ്പോഴാണ് കൊല്ലം ബാബുവിന്റെ തിരനോട്ടം. വേറിട്ട ശബ്ദവും വേറിട്ട അവതരണ രീതിയുമായി കയറി വന്ന ഈ കാഥികനെ കേൾക്കാനും ആളുകളേറെയുണ്ടായി. പിൽക്കാലത്ത് സാംബശിവനോളം എത്തുന്ന പ്രശസ്തിയായി ബാബുവിന്. കഥാപ്രസംഗ കലയ്ക്ക് കൊല്ലം ബാബുവിന്റെ സംഭാവനകളും വളരെ വലുതായിരുന്നു. സാംബശിവൻ സാർ അദ്ദേഹം അന്ന് എന്നേക്കാൾ 10 വർഷത്തിന് മുമ്പേ കഥാപ്രസംഗ രംഗത്ത് വന്ന ആളാണ്. അദ്ദേഹമൊക്കെ സത്യത്തിൽ ഒരുപക്ഷെ കഥാപ്രസംഗ രംഗത്ത് എൻ്റെ ഒരു വഴികാട്ടിയായിരുന്നു എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ കഥകൾ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച കഥാപ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ ഞാനൊരു കാഥികനായി വരുന്നതിനും പിൽക്കാലത്തുള്ള എൻ്റെ കാഥികന എന്നുള്ള നിലയിലുള്ള വളർച്ചയ്ക്കുമൊക്കെ അദ്ദേഹത്തിൻ്റെ കഥകൾ പ്രയോജനമായിരുന്നു എന്ന് പറയുന്നതിന് എനിക്ക് അശേഷം മടിയില്ല. പിൽക്കാലത്ത് വന്നപ്പോൾ ജനങ്ങൾ ഞങ്ങളെ രണ്ടുപേരെയും മത്സര്യ മനോഭാവത്തോടെയാണ് കണ്ടത്. കാരണം സാംബശിവനോടൊപ്പം എത്തി കഥ പറയുന്ന കാഥികൻ ഒരുപക്ഷെ സാംബശിവനേക്കാളും നന്നായിട്ട് പലയിടത്തും കഥ പറയുന്നു എന്നുള്ള അഭിപ്രായം കൂടെ വന്നപ്പോൾ ഒരു മത്സര്യ മനോഭാവം അത് ജനങ്ങളുടെ ഇടയിലാണ് ഉണ്ടായത്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ മത്സര്യമൊന്നുമില്ലായിരുന്നു. ജനങ്ങൾ സാംബശിവൻ കഴിഞ്ഞാൽ പിന്നെ കൊല്ലം ബാബു അങ്ങനെയുള്ള ഒരു രീതി വന്നു. അങ്ങനെയാണത് സംഭവിച്ചത്. പിന്നെ ഞങ്ങളുടെ ഒരു സ്റ്റേജിൽ തന്നെ കഥ പറയുമായിരുന്നു ഒരു ദിവസം. പിൽക്കാലത്ത് അത് വേണ്ടെന്ന് വെച്ചു. കാരണം രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്റ്റേജിൽ ഒരു ദിവസം കഥ പറയുമ്പോൾ ആരുടെയെങ്കിലും ഒരാളിൻ്റെ കഥയ്ക്ക് അല്പം മോശമായ അഭിപ്രായം വരും. അത് അദ്ദേഹത്തിൻ്റെതും ആവാം എൻ്റേതും ആവാം. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഇനി ഒരുമിച്ച് ഒരു സ്റ്റേജിൽ കഥ പറയുന്നില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരുമിച്ച് ഒരു സ്റ്റേജിൽ കഥ പറഞ്ഞിട്ടില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങൾ തമ്മിൽ മാത്സര്യമുണ്ടെന്ന് ജനങ്ങളൊക്കെ ധരിച്ചെങ്കിലും ഞാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കഥാപ്രസംഗക്കാരൻ സാംബശിവനായിരുന്നു. എനിക്ക് അദ്ദേഹത്തോട് ആരാധനയായിരുന്നു, സ്നേഹമായിരുന്നു. എൻ്റെ അടുത്ത് കേരളത്തിലെ ഏറ്റവും വലിയ കഥാപ്രസംഗക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ എനിക്ക് പറയാനുള്ളൂ, അത് സാംബശിവനാണ്. കൊല്ലം ബാബു കഥ പറഞ്ഞത് ഏറെയും അമ്പലപ്പറമ്പുകളിലും പള്ളിപ്പറമ്പിലും തടിച്ചുകൂടിയ സാധാരണക്കാർക്ക് മുന്നിലായിരുന്നു. ബാബുവിന്റെ കഥകൾ കേൾക്കാൻ അവർക്കേറെ ഇഷ്ടവുമായിരുന്നു. കരയാനും ചിരിക്കാനും മാത്രമല്ല, ചിന്തിക്കാനുള്ളതുമുണ്ടായിരുന്നു ഈ കാഥികന്റെ കഥകളിൽ. ഇന്ത്യൻ ഭാഷകളിലെ സാഹിത്യകൃതികൾ മാത്രമല്ല, വിശ്വസാഹിത്യത്തിലെ ക്ലാസിക് രചനകളും കൊല്ലം ബാബു കഥാപ്രസംഗ രൂപത്തിൽ മലയാളികൾക്ക് മുന്നിലെത്തിച്ചു. അങ്ങനെ ദേശവും ഭാഷയും കടന്ന് ഇദ്ദേഹത്തിലൂടെ മലയാളികൾക്ക് മുന്നിൽ വന്നു നിന്ന കഥാപാത്രങ്ങൾ എത്രയോ ഏറെയായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞ കഥാപ്രസംഗം 10,000-ലധികം വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലുടനീളം കഥ പറഞ്ഞു. ഇന്ത്യയിലെ എല്ലാ ഇതര ഭാഷാ സംസ്ഥാനങ്ങളിലും കഥ പറഞ്ഞിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ മലയാളികളുടെ ക്ഷണപ്രകാരം സിംഗപ്പൂർ, മലേഷ്യ, കുവൈറ്റ്, അമേരിക്ക, കാനഡ ഇവിടെയൊക്കെ കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ അമേരിക്കയിലും കാനഡയിലും ഒക്കെ ആദ്യമായിട്ട് കഥാപ്രസംഗം അവതരിപ്പിക്കാൻ പോകുന്നത് കേരളത്തിലെ കാഥികൻ ഞാൻ തന്നെയാണ്. എനിക്ക് ശേഷമേ പിന്നെ പലരും പോയിട്ടുള്ളൂ. സിംഗപ്പൂരിലും മലേഷ്യയിലും ഒക്കെ കംപ്ലീറ്റ് പശ്ചാത്തല സംഗീതമായിട്ട് കഥ പറഞ്ഞ ആദ്യത്തെ കാഥികന് ഞാനാണ്. അതിനു മുമ്പ് സാംബശിവനൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം ഒറ്റയ്ക്കാണ് പോയത്. പിന്നണിക്കാരെയൊക്കെ അവിടെ ചെന്നെടുക്കുകയായിരുന്നു. ഞാനങ്ങനെയല്ല, എൻ്റെ പിന്നണിക്കാരുണ്ടെങ്കിലേ ഞാൻ ചെല്ലൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പിന്നണിക്കാരെയും കൂട്ടി തന്നെയാണ് ഞാൻ കഥാപ്രസംഗത്തിന് പോയത്. സംഗീത നാടക അക്കാദമി 1979 എനിക്ക് അവാർഡ് തരുന്നത്. അന്ന് സാംബശിവനോ കേരള കടാമംഗലം സദാനന്ദനോ ഒക്കെ അവാർഡ് കൊടുക്കുന്നതിന് മുമ്പാണ് സംഗീത നാടക അക്കാദമി എനിക്ക് അവാർഡ് തരുന്നത്. അതെനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്നപ്പോൾ അവിടുന്ന് കിട്ടിയ സ്വീകരണം അതൊക്കെ ഓർമ്മിക്കത്തക്കതാണ്. സാമ്പത്തികമായി കഷ്ടതയനുഭവിക്കുന്ന കുടുംബത്തിൽ പിറന്ന ബാബു അഷ്ടിക്കു വകതേടിയാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത്. ഉപജീവനത്തിനായി തിരഞ്ഞെടുത്ത വേദി ഈ കലാകാരനെ നിരാശപ്പെടുത്തിയില്ല. കഥകൾ സ്വീകരിക്കപ്പെടുകയും കാഥികനെന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ അംഗീകാരമുണ്ടാകുകയും ചെയ്തു. പ്രശസ്തി പിന്നാലെ വന്നു. കൈനിറയെ വന്ന പണം കൂടുതലും ഉപയോഗിച്ചത് കുടുംബത്തെ കരകയറ്റാനാണ്. അച്ഛനും അമ്മയും സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ തന്നെ ഫുൾ സപ്പോർട്ടായിരുന്നു. കാരണം ഞാൻ കഥാപ്രസംഗനായിട്ട് വന്ന് കഥാപ്രസംഗ രംഗത്ത് പേരെടുത്ത് അതിൽ നിന്ന് ധനം ആർജിച്ചെങ്കിലേ അവർക്കുമൊക്കെ അത് സഹായകമാകൂ എന്നവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമായിരുന്നു, എല്ലാവരുടെയും ഫുൾ സപ്പോർട്ടും ഉണ്ടായിരുന്നു. ആ കാര്യത്തിൽ ആരും ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതിന് എതിർപ്പ് പ്രകടിപ്പിക്കേണ്ട കാര്യവുമില്ല. പ്രൊഫഷണൽ കഥാപ്രസംഗക്കാരനായിട്ട് എൻ്റെ വളർച്ച വന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ വേണ്ട വിധത്തിലുള്ള സഹായം കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അവരാരും എന്നെ വെറുത്തില്ല. ഇപ്പോഴും അവർക്കൊക്കെ സന്തോഷമാണ്.
പക്ഷെ അവർക്ക് ആർക്കും എൻ്റെ ഇപ്പോഴത്തെ വീഴ്ചയിൽ അല്ലെങ്കിൽ സാമ്പത്തിക അധപതനത്തിൽ എന്നെ സഹായിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വേറെ സത്യം.